രാവിലെ ഉണരുമ്പോൾ തന്നെ അമ്മ എനിക്ക് വീണ്ടും പാല് വന്ന് വീണ്ടും എന്നെ കിടത്തി ഉറക്കി. ശരിക്കും ആ പാവത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഞാൻ കിടന്ന് ഉറങ്ങണമല്ലോ. അത് കഴിഞ്ഞ് ഒന്ന് ഉറക്കമൊക്കെ ഉണർന്ന് വന്നപ്പോഴത്തേക്കിനും അമ്മമ്മ വന്ന് എന്നെ എടുത്തുകൊണ്ട് പോയി. അപ്പം ഞാൻ കരഞ്ഞു. ശരിക്കും അമ്മമ്മയുടെ കയ്യിൽ കിടക്കുന്ന 2 പവൻ്റെ കയറുവീരി വളേൻ്റെ ചന്തയ്ക്ക് കൊണ്ടിട്ടാണ് ഞാൻ കരഞ്ഞത്. പക്ഷേ അമ്മമ്മ ഉണ്ടല്ലോ പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നിട്ട് അമ്മയോട് പറയുക, എൻ്റെ കൊച്ചു കിടന്ന് കരയുന്നുണ്ടില്ലേ, പാല് കൊടുക്കടി, അത് കഴിഞ്ഞിട്ട് മതി നിൻ്റെ കാര്യമൊക്കെയെന്ന്. എൻ്റെ കൊങ്ങാവരെ നിറഞ്ഞിരിക്കുന്ന വയറ് കണ്ടിട്ട് ഈ അമ്മമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. പോട്ടെ. അത് കഴിഞ്ഞിട്ട് ആ കൊണ്ടുവരുന്നു കുറുക്ക്, റാഗി കുറുക്ക്. എൻ്റെ അപ്പുറത്ത് വലിയൊരു ചെറുക്കനുണ്ട്, എൻ്റെ അതേ പ്രായമാണ്. അവൻ ഈ കുറുക്ക് കുടിച്ചപ്പോൾ കവിള് ചാടിയെന്നോ ചുവന്ന് തുടുത്തെന്നോ എൻ്റെ ദൈവമേ എനിക്ക് വയ്യ. ഇതൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചരിവം കുറുക്ക് എന്നെ കൊണ്ടൊക്കെ കുടിപ്പിച്ചു. അത് കഴിഞ്ഞ് പാമ്പ് എരയെ വിഴുങ്ങി കിടക്കുന്നോട്ട് ഞാനിങ്ങനെ കിടന്ന് എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മാമനുമായിട്ട് കളിക്കുക. ആ സമയത്ത് അമ്മയുണ്ടടാ ഒരു കാരണവും ഇല്ലാതെ എന്നെ പൊക്കിയെടുത്തോണ്ട് പോയി വീണ്ടും പാല് വരുന്നു. ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് തെക്കേടത്ത് അമ്മായി വന്നായിരുന്നു. അമ്മായിയാണ് അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഈ അമ്മായി വന്നിട്ടുണ്ടല്ലോ, അമ്മയോട് ചോദിക്കും, അയ്യോടിയെ പെണ്ണേ കഴുത്തിലെ കറുപ്പൊന്നും മാറിയില്ലല്ലോ, എൻ്റെ തലയിൽ ഒരു മുടി പോലും ഇല്ലല്ലോ, എല്ലാം അങ്ങ് കൊഴിഞ്ഞു പോയതായിരിക്കും. സിസേറിയൻ കഴിഞ്ഞ് നീ എപ്പോഴാ താലിമാല എടുത്തിട്ടത്? അതും പോരാഞ്ഞിട്ട് കൊച്ചിന് കൊടുക്കാൻ പാലുണ്ടോ? പാലില്ലെങ്കിൽ എന്തോ ഇവർ വീട്ടിൽ കൊണ്ടുവരും. ഇതെല്ലാം കഴിഞ്ഞാലും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും കഴിയാൻ പോകുന്നില്ല. രാവിലെ ഈ അരച്ച് കലക്കി കുറുക്കി തന്ന സാധനങ്ങളെല്ലാം വയറ്റി കിടന്ന് ഇങ്ങനെ ഒരു തികട്ടുണ്ട്. അതെനിക്ക് തികട്ടാൻ പറ്റാതെ എനിക്കൊരു വെപ്രാളത്തിൽ ഞാനൊരു കരച്ചിലുണ്ട്. ഈ കരച്ചിൽ കാണുമ്പോഴത്തേക്കിനും അമ്മയും അമ്മയും അച്ഛനും എല്ലാവരും കൂടി ഓടി വന്നു. പിന്നെ കരച്ചിലായി, ബഹളമായി, പ്രശ്നമായി. അങ്ങനെ ഒരു വെളുപ്പാങ്കാലം വരെ ഈ കലാപരിപാടി അങ്ങ് തുടങ്ങും. അങ്ങനെ ഇപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. ആരെപ്പോൾ ഉറങ്ങണം, ആരെപ്പോൾ ഉണരണം, ആരെപ്പോൾ കഴിക്കണം. ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടപ്പെട്ടവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.